മനസ്സിലാക്കുക, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് അടുത്ത ഫ്രണ്ട്, അതായത് ബംഗ്ലാദേശ്. അതുകൊണ്ടാണ് അവർ പല ആവർത്തി പറഞ്ഞിട്ടും നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്നിട്ട് പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയും അവിടുത്തെ പത്രങ്ങളും ഞാൻ എടുത്തു നോക്കി. അവർക്ക് വല്ലാത്ത ആഹ്ലാദം. കാരണം ഈ കാശ്മീരിൽ നിന്ന് കോൺസെൻട്രേഷൻ മുഴുവൻ അങ്ങോട്ടങ്ങ് പോയി. ഹ്യൂജ് ബോർഡറാണ്, ഫെൻസിങ് ഇല്ലാത്ത ബോർഡറാണ് ഏറ്റവും കൂടുതൽ. ഇതാണ് സ്ഥിതി. ഇന്ന് ഇന്ത്യൻ മീഡിയ മുഴുവനും ബംഗ്ലാദേശിനെ പറ്റി പറയുന്നു. ഞാനൊരു 4-5 ദിവസം മുമ്പ് നേരത്തെയും പറഞ്ഞിരുന്നു, ഇത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത സംഭവമാണ് ഈ ബംഗ്ലാദേശ് ഇഷ്യൂ. അതിനകത്ത് പല കാരണങ്ങൾ എണ്ണി പറഞ്ഞിരുന്നു. അതായത് ഇത്രമാത്രം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ടുണ്ട്. ഈ പെട്ടെന്ന് SIR എന്ന് പറഞ്ഞ സംഭവം കയറി എടുത്തു കഴിയുമ്പോൾ അത് പ്രൊവോക്ക് ചെയ്യും. എന്നാൽ ഈ പാകിസ്ഥാന്റെ ഗെയിം മനസ്സിലാക്കുക. ആ ഗെയിമിനകത്തുണ്ടായ സംഭവമാണ് ഇസ്ലാമിക സാധനം കത്തുവാണത്. ഇന്ത്യക്കെതിരെ സ്ഥിരം ഇന്ത്യക്കാരെ ഷോപ്പുകൾ തുറക്കാൻ പറ്റത്തില്ല, ഷോപ്പ് അടിച്ച് പൊളിക്കുന്നു. ഞാനീ പറഞ്ഞ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ അവിടുത്തെ ബംഗ്ലാദേശി സിറ്റിസൺ തന്നെ ഇന്ത്യൻ ഒറിജിൻ, ഹിന്ദു, ക്രിസ്ത്യൻസ്, അവരൊക്കെ പറയുന്നത് അവരെല്ലാം ബംഗ്ലാദേശിനെതിരെ, അവരൊക്കെ ഇസ്ലാമിനെതിരാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? എത്ര നാളിതിങ്ങനെ പോകാൻ പറ്റും? അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന എന്ത് ഇഷ്യൂ പ്രധാനമായിട്ട് നോക്കേണ്ടത് അത് ഇന്ത്യയെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. പാകിസ്ഥാനിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂ ഇന്ത്യയെ ബാധിക്കാറില്ല. പക്ഷെ ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂ ഇന്ത്യയെ ബാധിക്കും. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഇഷ്യൂ ഇന്ത്യയുടെ കൺസേൺഡ് ആണത്. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് കൊളാപ്സ് ഉണ്ടായി. അതായത് നമ്മൾ അവരെ എത്രമാത്രം പ്രോപ്പറായിട്ട് അതിൻ്റെ ശരിക്കും ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഇത് തിരിയുന്നത്, ആരാണ് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം? 10-22 പ്രാവശ്യം പാകിസ്ഥാൻ പട്ടാള ഓഫീസേഴ്സും അവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററും ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മളിത് കാര്യമായിട്ടെടുത്ത് ചെറിയൊരു വാർത്ത കൊടുത്തു അങ്ങ് പോയി പത്രങ്ങൾ. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്.